ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യം കേരളത്തിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ എല്ലാവർക്കും അറിയുന്നൊരു ഇഷ്യൂ ആണ് എന്താണ് എക്സാക്ട്ലി ഉണ്ടായെന്നുള്ളത്. ഇപ്പം നടന്ന കാര്യം പറയാം. ഇപ്പം അതേ ഇഷ്യൂ വീണ്ടും ഉണ്ടായപ്പോൾ അന്ന് മസ്താനിയെ ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു. കുറേ പേര് മസ്താനിക്ക് പൊങ്കാല നടത്തി ഒരുപാട്. അന്ന് മസ്താനിക്ക് കുറേ മീൻസ് വിഷമങ്ങളും അതുപോലെ തന്നെ കരിയറിലാണ് കുറേ പ്രശ്നങ്ങളുണ്ടായി. ഇന്ന് അതേ സമയത്ത് മസ്താനി കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാൽ അന്നുണ്ടായ വിഷയം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമെന്ന് വെച്ചാൽ. അല്ല, ഇറ്റ് വാസ് എ സെയിം ഇൻസിഡൻറ്റ്. എനിക്കത് റീലിവ് ചെയ്യാൻ സത്യം പറയാമല്ലോ, എനിക്കത് ആ ഇൻസിഡൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കാൻ അത്രയും ഇൻട്രസ്റ്റ് ഇല്ല. എന്തായാലും അതേ ഇൻസിഡൻറ്റ് വീണ്ടും ഉണ്ടായി. വീണ്ടും ഒരു വിക്ടിം കൂടെ വന്നതുകൊണ്ട് കേരളം കുറച്ച് ബോധം കൂടുതൽ വെച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും ഇത് മാത്രമാണ്. ഈ ഒരു ഇഷ്യൂവിനെ എനേബിൾ ചെയ്തത്, ഇയാളെ വീണ്ടും സപ്പോർട്ട് ചെയ്തത്, ഇയാളെ പ്രൊമോട്ട് ചെയ്തത്, ഇയാളെ സെലിബ്രേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഒരു പെൺകുട്ടിയും കൂടെ ഒരു വിക്ടിമായി ഇരിക്കുന്നത്. സോ അത് നിർത്തുക. അബ്യൂസേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യാണ്ടിരിക്കുക. വെയിറ്റ് ഫോർ, ഇപ്പം അങ്ങനെ സംശയങ്ങളും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കോടതി വിധി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. അതുവരെ ഒന്നും പൂമാലയോ ഒന്നും ഇടാണ്ടിരിക്കുക, സെലിബ്രേറ്റ് ചെയ്യാണ്ടിരിക്കുക. ഡോണ്ട് റൂയിൻ അനദർ ഗേൾസ് ലൈഫ് ബിക്കോസ് ഷീ എന്താ സെക്ഷൽ അബ്യൂസിനെതിരെ സംസാരിച്ചത് കൊണ്ട് മാത്രം റൂയിൻ ചെയ്യാണ്ടിരിക്കുക. അന്ന് ആ വ്യക്തി ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറേ പേര് പൂമാല ഇടുകയും കാര്യങ്ങളും ചെയ്തു. അതുകൊണ്ടാണ് മസ്താനി ഇന്നലെ പടക്കം പൊട്ടിക്കുന്ന ആ ഒരു സംഭവം? അല്ലല്ല, പടക്കം പൊട്ടിക്കുന്നത് ഇത്രയും മറ്റേ ഉള്ളിലേക്ക് ചെകഞ്ഞ് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഞാനതിങ്ങനെ അറിഞ്ഞ് ഞാനിരുന്നപ്പോൾ ഞാൻ ഹായ് ഒരു പടക്കം പൊട്ടിച്ചാലോ ആഘോഷിച്ചാലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ന്യൂ ഇയറിന് വാങ്ങിച്ചു വെച്ച ഒരു കെട്ട് പടക്കം അവിടെ കിടപ്പുണ്ട്, ഒന്നെന്നാൽ പിന്നെ പൊട്ടിച്ചോ എന്ന് പറഞ്ഞു. ആ പൊട്ടിച്ചത് അവൻ്റെ സ്റ്റോറി എടുത്തിട്ടു. 2000 ഫോളോവേഴ്സുള്ള അവൻ്റെ സ്റ്റോറി ആരൊക്കെ കാണുന്ന ഞാൻ സ്റ്റോറി എടുത്തിട്ടു. അതൊരു ചർച്ചയാവും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ എന്തായാലും പടക്കം മറ്റേ കത്തിച്ച് റീലൊക്കെ വിട്ട് ഞാൻ ഇട്ടിട്ടില്ല. ഞാനൊരു സെലിബ്രേഷൻ നടത്തിയിട്ടില്ല. കൂട്ടുകാരുടെ ഇടയിലൊരു തമാശയായിരുന്നു ആ പടക്കം. അത് ചിലപ്പോൾ ഞാൻ ഇനിയും പൊട്ടിക്കും. ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ രണ്ടാമത് വന്നുകൊണ്ട് തന്നെ കുറേ ചർച്ചകളും കാര്യങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. അതിനെ ചൊല്ലി മസ്താനിയുടെ ആരും കോൺടാക്ട് ചെയ്യുകയോ ഈ പുരുഷ സംഘടന ഉണ്ടല്ലോ അവർ കോൺടാക്ട് ചെയ്യുകയോ ഇല്ലെങ്കിൽ അവർ ക്ഷമാപണം വല്ലതും നടത്തുകയും ചെയ്തോ? ഇല്ല, രാഹുൽ അവരുടെ ഭാഗത്ത് തെറ്റാണെന്ന് മനസ്സിലായോ? ഇല്ല, അജിത് വട്ടിയൂർക്കാവിന് അങ്ങനെ ഒരു റിയലൈസേഷനോ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് രാഹുൽ ഈശ്വർ എൻ്റെ അടുത്ത് കുറച്ചധികം ഡീസൻ്റ് ആയിട്ട് എൻ്റെ അടുത്ത് സോറി പറഞ്ഞിട്ടുണ്ട്. ഫോർ എനിത്തിങ് ദറ്റ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുന്ന കാര്യങ്ങൾക്കും കോസസിനും സോറി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കേട്ടു. ഇത് 2 വർഷം മുമ്പ് ഉണ്ടാകുമ്പോഴും മസ്താനിക്ക് ഒരുപാട് നെഗറ്റീവ് വരാൻ മെയിൻ കാരണം മസ്താനിയുടെ ഇൻസ്റ്റാ പേജിൽ കിടന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും മസ്താനി ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഭയങ്കരമായിട്ടും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ്, ആ വീഡിയോ ചെയ്തത് പോലും വൈറലാകാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന കുറേ കമൻറ്റുകളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് മസ്താനിക്ക് പറയാനുള്ളത്? ഒരു ജിമ്മിൽ പോയി 6 പാക്കും കാണിച്ച് ബൈസെപ്സും കാണിച്ച് 4 സൈഡിലേക്ക് തിരിഞ്ഞ് ബോഡി കാണിക്കുന്ന ഒരാണ് isn't he proud of his body? അല്ലേ? അതുകൊണ്ടല്ലേ ആളങ്ങനെ ഒരു വീഡിയോ എടുത്ത് ചില I've seen ഇൻഫ്ലുവൻസേഴ്സ് ഇത് മാത്രം വീഡിയോ ആയിട്ട് ബോഡി കാണിക്കുന്നു, തൈസ് കാണിക്കുന്നു, കാഫ്സ് കാണിക്കുന്നു. Why shouldn't women be proud of their own body the same way? I used to love my body. ഞാൻ ഇനിയും ഫോട്ടോസ് ഇടും. ഐ ഷുഡ് ഗെറ്റ് ബാക്ക് ടു ദാറ്റ് ബോഡി. എന്തായാലും സ്ട്രെസ് ഈറ്റിംഗ് കാരണം ഞാൻ തടിച്ചായിട്ടുണ്ട്. ഇനി ഞാൻ മെലിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബിക്കിനി ഷൂട്ട് ചെയ്യും. ഇപ്പോൾ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ചർച്ചകൾ വരുന്നുണ്ട് മസ്താനിയുടെ ഡ്രസ്സിങ് സ്റ്റൈല്. ഇതിനോട് മസ്താനിക്ക് പ്രതികരിക്കുന്ന ഒരു രീതി പറഞ്ഞല്ലോ, പക്ഷേ ഫാമിലി എങ്ങനെയാണ്? ലിസൺ, എൻ്റെ ഫാമിലി ഒരു ഓർത്തഡോക്സ് ഒരു പൂട്ടിയിട്ട ഫാമിലി അല്ല. എൻ്റെ അമ്മ തൊട്ട് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ദുബായാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ വർക്ക് ചെയ്തിരുന്ന അവിടെയാണ്. എൻ്റെ ഡാഡ് അവിടെയായിരുന്നു. എവ്രിബഡി ഈസ് ഔട്ട് ഓഫ് കേരള. സോ മേ ബി വി ആർ എ ബിറ്റ് ടു ഓപ്പൺ മൈൻഡഡ്. ബട്ട് എൻ്റെ ഫാമിലിക്ക് ഞാൻ എങ്ങനെ ഡ്രസ്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല. എൻ്റെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറുമാണ് എന്നെ ഏറ്റവും കൂടുതൽ റിയലി ക്യൂട്ട് ഔട്ട്ഫിറ്റ്സിൽ എന്നെ ഇഷ്ടപ്പെടുന്നത്. സോ മൈ ഫാമിലി ഈസ് നോട്ട് ടോക്സിക്. സോ ഐ എം നോട്ട്. അന്നൊരു ഇഷ്യൂ ഉണ്ടായപ്പം മസ്താനിക്ക് കുറേ പേര് നെഗറ്റീവായിട്ട് പറഞ്ഞല്ലോ. ആ സമയത്ത് മസ്താനിയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? ആ ടൈമിൽ മസ്താനിക്ക് നെഗറ്റീവ് വന്നുകൊണ്ട് കുറേ പേര് മസ്താനിയെ സപ്പോർട്ട് ചെയ്യാൻ വരാത്തതുകൊണ്ടും ഇതുപോലെ ചാനൽ ചർച്ചകളിലും അല്ലാതുള്ള മാധ്യമപ്രവർത്തകരുടെ മുമ്പിലും മസ്താനിയിൽ നിന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു നിമിഷം മസ്താനിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും വന്ന ടൈമിൽ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഭയങ്കര ലോ ആയിരുന്നു ഒരു പോയിന്റിൽ. ഒരു ഈ കഥ ആദ്യം എൻ്റെ ഫ്രണ്ടായി, ആദ്യം എന്നെ സ്ലട്ട് ഷെയിം ചെയ്തുകൊണ്ടുള്ള തുടക്കങ്ങളായിരുന്നു, ഡ്രസ്സുകളായിരുന്നു പ്രശ്നം.
അവൻ ചെയ്തൊരു കാര്യമല്ല. എൻ്റെ ഡ്രസ്സിൻ്റെ ഇറക്കക്കുറവ്, എൻ്റെ കയ്യിൻ്റെ ഇറക്കക്കുറവ്, ഇതൊക്കെയായിരുന്നു പ്രശ്നം. അതൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റിൻ്റെ ഇറക്കക്കുറവുകളാണ്. ഞാൻ ബസ്സിൽ അങ്ങനെ ആയിരുന്നല്ലോ ഡ്രസ്സ് ചെയ്തിട്ട് പോയത്. ബസ്സിൽ അങ്ങനെ ആയിരുന്നു എങ്കിൽ പോലും എൻ്റെ ഒരു യെസ് ഇല്ലാണ്ട് എന്നെ സെക്ഷുവലി ഒരു രീതിയിലോ തൊടാനോ അസോൾട്ട് ചെയ്യാനോ ആർക്കും അധികാരമില്ല. ഈവൻ ഇഫ് ഐ വാസ് വെയറിങ് എ ബിക്കിനി ഇൻ ദാറ്റ് ബസ്. പക്ഷേ ഞാൻ ബിക്കിനി അല്ല ഇട്ടിരുന്നത്. എൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളെ ചെകഞ്ഞുകൊണ്ട് എൻ്റെ മൊറാലിറ്റി കണ്ടുപിടിക്കാൻ നോക്കുകയായിരുന്നു അവർ. ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ഭയങ്കര ലോ ആയി. പക്ഷേ സംഭവം ദി അതർ മേ ബി എൻ്റെ ഫാമിലി അത്രയും സപ്പോർട്ടീവ് ആയതുകൊണ്ടായിരിക്കാം, എൻ്റെ അമ്മ അത്ര സപ്പോർട്ടീവ് ആയതുകൊണ്ടായിരിക്കാം ഐ കെയിം ബാക്ക്. അന്നുണ്ടായ ഒരു സംഭവത്തിൽ അന്ന് തൊട്ടടുത്ത് വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് താങ്കളുടെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് റിയലാണോ? അത് റിയൽ ആണെന്ന് ഞാൻ അതെങ്ങനെയാ റിയൽ ആണോ എന്ന് പറയാ? അല്ല, അന്ന് ഏറ്റവും കൂടുതൽ ചർച്ചകൾ അത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തതാണ്. രണ്ട് പിള്ളേരെ കണ്ടിട്ട് ഒരേപോലെ തോന്നുന്നുണ്ട്. അല്ലല്ല, അന്ന് കുറെ പേര് ചോദിച്ച ഒരു മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു സംഭവം. ലൈക്ക് എൻ്റെ അടുത്ത് കുറേ പേര് വിളിച്ച് പറഞ്ഞത് ഈ രണ്ട് കുട്ടികളെ കണ്ടിട്ട് എങ്ങനെയാ ഒന്നാന്ന് പറയാൻ പറ്റുന്നതെന്ന് വിളിച്ചു ചോദിച്ച കുറേ പേരുണ്ട്. ഇത് വിശ്വസിച്ച കുറേ പേരുണ്ട്. ആ കുട്ടി ഈ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞത്, എൻ്റെ ഫ്രണ്ട് എന്നുള്ള കുട്ടി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അവൾ ആ സമയത്ത് ട്രെയിനിലായിരുന്നു. ഷീസ് മുംബൈയിൽ നിന്ന് എങ്ങോട്ടോ എവിടുന്നോ വരുമായിരുന്നു. ഈ പറയുന്ന കുട്ടി ഇവിടെ എവിടെയോ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. എനിക്ക് ആ കുട്ടീനെ അറിയാം, എനിക്ക് ആ കുട്ടിയുടെ പേരറിയാം, ഡീറ്റെയിൽസ് അറിയാം. പക്ഷെ ഞാനത് പറയുന്നില്ല ബിക്കോസ് ആ കുട്ടി വളരെ ക്ലിയറായി പറഞ്ഞു അവൾക്ക് ഇതിൽ ഇടപെടാനോ കാര്യങ്ങളിലോ താല്പര്യമില്ല എന്ന് അവൾ പറഞ്ഞു. അവൾ വേറൊരു കാര്യം പറഞ്ഞത് ഞാൻ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു, ദറ്റ് ഞാൻ അവളുടെ ഫേസ് ബ്ലർ ചെയ്തിട്ടിടാമായിരുന്നു എന്നുള്ളത്. അതെൻ്റെ ഭാഗത്തുള്ള തെറ്റായിരുന്നു. ആ കുട്ടീനെയും ഇതിലേക്ക് വലിച്ചഴിച്ചത് അവൾക്കിതിൽ വരാൻ താല്പര്യമുണ്ടായില്ല. താല്പര്യമുണ്ടായിരുന്നെങ്കിൽ മേ ബി 2 വർഷം മുന്നേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യായിരുന്നു. ബട്ട് രണ്ടും ഒരാളല്ല. മറ്റേ കുട്ടി മുംബൈയിലെങ്ങാണ്ട് ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അവൾ അതിൻ്റെ പ്രൂഫൊക്കെ ആയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി. ബട്ട് ഹൂ കെയർസ് അബൌട്ട് പ്രൂഫ്, നോ? ഓക്കെ, ഇപ്പോൾ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ടാമത് ഇഷ്യൂ വന്നപ്പോൾ ഇതേ സംഭവം ഇയാളിത് ചെയ്തില്ലെന്ന് പറഞ്ഞ് നാളെ കോടതി പറയുകയാണെങ്കിൽ ഇയാളെ തിരിച്ചും മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യും. അതാണ് നമ്മുടെ കേരളത്തിൽ മിക്കവരും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റം മാറണം, ലോ മാറണം. ഇങ്ങനത്തെ കേസുകളിൽ ലോ അതിൻ്റെ മറ്റേ ഒച്ചഴയുന്ന പോലെ പതുക്കെ എല്ലാ ലൂപ്പ് ഹോൾസും അവർക്ക് കണ്ടെത്താൻ സമയം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇഴഞ്ഞല്ല സെക്ഷൽ അബ്യൂസ് കേസുകൾ നേരിടേണ്ടത്. അത് കുറച്ച് ഫാസ്റ്റ് ആവണം. ബിക്കോസ് അബ്യൂസ് ചെയ്യപ്പെട്ട പെൺകൊച്ച് എത്ര നാളെടുത്തിട്ട് അതിൻ്റെ പിന്നാലെ നടക്കണം? അത് ഫാസ്റ്റ് ആവണം. അത് ഫാസ്റ്റ് ആയാലേ ശരിയാവുള്ളൂ. ഇപ്പോൾ രണ്ടാമത് ഈ ഇഷ്യൂ വന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അവർ കോൺടാക്ട് വല്ലതും ചെയ്യുകയും ചെയ്തു? ഇല്ല, അത് കോൺടാക്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാനും പറയുന്നത്. ലെറ്റ് ഹർ ഡു ഹർ കേസ് ആൻഡ് ഐ എം വെരി ഗ്ലാഡ്. ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് ആ പെൺകുട്ടിയോട്. ഇതൊരു കേസായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം ഉണ്ടായതിൽ വളരെയധികം താങ്ക്ഫുൾ ആണ്. ആൻഡ് ഐ എം സോറി ടു, വെരി സോറി. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ആ ഒരു ഇഷ്യൂവിന് ശേഷം കുറച്ച് നാൾ മസ്താനി ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും സാറ്റലൈറ്റിലാണെങ്കിലും കുറേ സ്ഥലത്ത് ഭയങ്കര ഫേമസ് ആയിട്ട് വന്നു. അതിനുശേഷം മസ്താനി ഡൗൺ ആയി. ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് മസ്താനി ചാനൽ ചർച്ചകളിൽ വന്നിട്ടും അല്ലാതെ മാധ്യമപ്രവർത്തകരിൽ വന്നിട്ടും ഇങ്ങനെ കാണിക്കുന്നത് മസ്താനിക്ക് ഒന്നും കൂടി ഫെയിം ആകാൻ വേണ്ടിയാണെന്ന് ചിലവർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയുന്നവർ പറയും. കാരണം എന്തുണ്ടായാലും അപ്പുറത്തെ ഭാഗം പറയാനായിട്ട് ആൾക്കാരുണ്ടാവില്ല. അവർ പറഞ്ഞോട്ടെ. ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയം ഐ ഓൾറെഡി ഹാഡ് ഒരു 100K ഫോളോവേഴ്സോളം. സോ അതിന് മുന്നായിരുന്നു ഞാൻ റീച്ചുള്ള ഒരാൾ. ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോഴാണ് റീച്ച് ഇല്ലാണ്ടായതും ഞാൻ കുറച്ച് ഡിമ്മായതും. ഇനി ഞാൻ തിരിച്ചു വരും. ഇനി അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഞാൻ റീച്ചിന് വേണ്ടിയാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഐ വിൽ കം ബാക്ക്. ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കമൻസും കാര്യങ്ങളും വരുന്നുണ്ടല്ലോ. ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജുകൾ എങ്ങനെയാണ്? നെഗറ്റീവാണ്? സോറിയാണ്, കുറേ അധികം സോറികളാണ്. ഒരു വട്ടം എന്നെ തെറി വിളിച്ച് മെസ്സേജ് ഇട്ട ഒരാളുടെ അക്കൗണ്ടിൽ കയറി അയാളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞാൻ മെസ്സേജ് ഇട്ടു. ഇങ്ങനത്തെ ഒരു പെൺപിള്ളേർക്ക് എല്ലാവർക്കും മെസ്സേജ് ഇട്ടു, ഇങ്ങനത്തെ ഒരാളെയാണ് നിങ്ങൾ ഫ്രണ്ടായി കൊണ്ടു നടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോളൂ. വണ്ടി കണ്ട പെൺപിള്ളേരുടെ അക്കൗണ്ടിൻ്റെ അടിയിൽ കയറി തെറി എഴുതുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെയാണോ, ദാറ്റ് ഇസ് യുവർ ഗുഡ് ചോയ്സ് ഓഫ് ഫ്രണ്ട്സ് എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരാളുടെ ഫുൾ ഫ്രണ്ട്സിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അയാൾ എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചിട്ട് വളരെയധികം സോറി പറഞ്ഞു. അങ്ങനെ കുറേ ആൾക്കാർ, കുറേ അധികം തെറി പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ സോറി പറയുന്നുണ്ട്. ആ സോറി ഒന്നും ഇപ്പം എനിക്കൊരു ഉപയോഗവുമില്ല. പക്ഷേ ഇറ്റ്സ് ഫൈൻ, അറ്റ്ലീസ്റ്റ് ഒരു സൈഡെങ്കിലും. ഈ സോറി പറയുന്നവരോട് എന്തായിരിക്കും മെയിനായിട്ട് പറയുന്നത്? എനിക്കൊന്നും പറയാനില്ല അവരോട്. അവർ മെസ്സേജ് കണ്ടാലും റിപ്ലൈ കൊടുക്കാറില്ല? ഇല്ല, ഞാൻ റിപ്ലൈ കൊടുത്തു. ഞാൻ ഈ ഇന്നലെ എനിക്ക് മെസ്സേജ് ആൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തു. ഐ ജസ്റ്റ് സെഡ് ശരി, ആൾ കാണണം എന്നെന്തോ പറഞ്ഞു. ഐ സെഡ് മതി, നിർത്തിക്കോ, എനിക്ക് സംസാരിക്കണ്ട, കഴിഞ്ഞു. അതുപോലെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പല കമൻറ്റുകളും വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ മെയിനായിട്ട് എത്രയാണ് രൂപ, ഞങ്ങൾ പല കമൻറ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ പറയുന്നവരോട് അതിപ്പോ
ഞാനാവണ്ട, അത് ഒരു പെണ്ണ് ആയാൽ മതി. ഈ പെണ്ണിനോട് എന്തും പറയാന്നുള്ളതുണ്ടോ? ഒരു കുറച്ച് അത് പേട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു ചിന്താഗതി അനുസരിച്ച് ആണുങ്ങൾ സുപ്പീരിയർ ആണെന്നും പെണ്ണുങ്ങൾ ഇൻഫീരിയർ ആണെന്നും അതിൻ്റെ ഒരു റീസൺ കാരണം കൂടിയാണ് ഞാൻ ഈ റിയാക്ട് ചെയ്തതിൽ ഇത്രയും പൊള്ളിയത് ആൾക്കാർക്ക്. അത്രയും എന്താണ്, ഒരു പെണ്ണ് ഇത്രയും ബോൾഡായിട്ട് ചിരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു അസോൾട്ടിനെ കുറിച്ച് പറയുന്നത് എന്നുള്ള ചിന്താഗതിയായിരുന്നു ഇതിനൊക്കെ വളരെ ഇതായി നിന്നിരുന്നത്. നമ്മുടെ ചുറ്റുമുള്ള പലരുടെയും ചിന്താഗതി കുറച്ച് കാണിക്കുന്ന രീതിയിൽ, ശരീരം കുറച്ച് കാണിക്കുന്ന രീതിയിൽ ഫോട്ടോസോ വീഡിയോസോ ഇടുന്ന പെൺകുട്ടികൾ മോശമാണ്, അവർ വേറെ രീതിയിൽ പോകുന്നവരാണ്, അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? മാറിടം മറയ്ക്കാൻ വേണ്ടി ആക്ടിവിസം നടത്തി ആണ് മാറിടം മറയ്ക്കാൻ കേരളത്തിന് പെർമിഷൻ കിട്ടിയത്. കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് അത്രയും ഹിസ്റ്ററിയും കൾച്ചറും അറിഞ്ഞുകൂടാ. അത്രയും ഹിസ്റ്ററിയും കൾച്ചറും അറിയാത്തവർ എന്താ സംസാരിക്കുന്നത്? മാറിടം മറയ്ക്കാൻ പെർമിഷൻ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ, പിന്നെ എന്ത് കൾച്ചറാണ് പറയുന്നത്? ഓക്കെ, ഇത് തീരുവാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണല്ലോ, ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും സപ്പോർട്ട് ചെയ്യാത്തവരും കാണും. അവരോട് എന്താണ് പറയാനുള്ളത്? സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക. അല്ല, ഞാൻ ചോദിച്ചത് സപ്പോർട്ട് ചെയ്യുന്ന പലരും വരും, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാത്ത അതിനേക്കാൾ കൂടുതൽ ആൾക്കാരായിരിക്കും. അങ്ങനെ വരുന്നവരോട് നാളെ ഒരു പ്രശ്നം വരുമ്പോഴും മസ്താനിക്ക് എന്താണ്? അതുപോലെ തന്നെ ഈ നേരത്തെ കൊടുത്തൊരു കേസുണ്ടല്ലോ, ആ കേസിൻ്റെ അപ്ഡേറ്റ് എന്താണ്? അപ്ഡേറ്റ്സ് ആയിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇനി തൊട്ട് പറയുമ്പോൾ തന്നെ ആണുങ്ങൾ നിരപരാധികളാണെന്ന് വിചാരിച്ച് പൂമാലയൊന്നും ഇടാണ്ടിരിക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് മര്യാദ രീതിയിൽ ചിന്തിക്കുക. വീട്ടിൽ അമ്മയും പെങ്ങളൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടെ ചിന്തിച്ചിട്ട് സ്ത്രീവിരുദ്ധ പരിപാടികൾ കാണിക്കുക. ഐറണിയാണ്, പക്ഷെ എന്നാലും അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.